മിഷൻ 2025 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം കൈവരിച്ച കോൺഗ്രസിന്റെ അടുത്ത ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം പിടിക്കലാണ്. അതിനുവേണ്ടിയുള്ള അലങ്കാര പണികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ. ഇത്തവണ ഭരണം കയ്യിലെത്തിക്കാനുള്ള എല്ലാ പണിയും ഇതിനോടകം തന്നെ മെനഞ്ഞു കഴിഞ്ഞു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച നേട്ടമുണ്ടാക്കാനായി മിഷൻ 2025 അവതരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പിലാണ് സതീശൻ തന്റെ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചാരണം നടത്തണമെന്നാണ് സതീശന്റെ നിർദ്ദേശമെന്ന് പറയുന്നത്. പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ പ്രാദേശിക വിഷയങ്ങൾ സജീവ ചർച്ചയാക്കുന്നുണ്ട്. അതേസമയം ഇതെല്ലാം നടക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം ഗൗരവമായി കാണണം എന്നും ക്യാമ്പിൽ അഭിപ്രായം ഉയരുന്നുണ്ട്. അവിടെയും ചില വാതിലുകൾ തുറക്കുന്നുണ്ട്. CPM വിരുദ്ധ വോട്ടുകൾ മലബാറിൽ കോൺഗ്രസിന് കിട്ടി. എന്നാൽ തെക്കൻ കേരളത്തിൽ BJPയിലേക്കാണ് ആ വോട്ടുകൾ പോയത്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് സിനിമാ താരം എന്ന പ്രതിച്ഛായ സഹായിച്ചുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ BJPയുടെ ചിട്ടയായ പ്രവർത്തനം തൃശൂരിലെ വിജയത്തിന് കാരണമായത് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടി. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടഞ്ഞ K മുരളീധരൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ല. അതേസമയം വയനാട്ടിലെ ക്യാമ്പിൽ ഉണ്ടാവില്ല എന്ന് താൻ നേരത്തെ അറിയിച്ചതാണെന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഈ ഒരു കാര്യം നടക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ നടക്കുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല എന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയാവില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നേതൃത്വത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാവാം വയനാട്ടിൽ യോഗം ചേർന്നതെന്നും മുരളീധരൻ പറഞ്ഞു. ഇനി പാർട്ടി എടുക്കുന്ന തീരുമാനം നടപ്പാക്കാൻ കൂടെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ക്യാമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. എനിക്കിപ്പോൾ ശക്തിയില്ലാത്ത സമയമാണ്. എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടതെന്ന് അറിയിച്ചാൽ അങ്ങനെ ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി താമര ചിഹ്നത്തോടുള്ള കേരളത്തിന്റെ അലർജി മാറിയെന്നും തൃശൂരിൽ ഒരു മതവിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും BJPക്ക് വോട്ട് ചെയ്തുവെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞത് ഇങ്ങനെയാണ്: രാജ്യത്ത് വരാനിരിക്കുന്നത് കോൺഗ്രസിന്റെ നാളുകളാണെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ മോശം കാലം കഴിഞ്ഞുവെന്നും എന്നാൽ ഇതിനിടയിൽ കോൺഗ്രസ് AAPയുമായുള്ള ബന്ധം നിർത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല AAPയുമായുള്ള പാർട്ടി സഖ്യം വിടാനുള്ള കാരണവും പറഞ്ഞിട്ടുണ്ട്. ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവാണ് പാർട്ടി പ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ AAPയും സമാനമായി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മികച്ച വോട്ട് ശതമാനം ലഭിച്ചു. ഇപ്പോൾ പാർട്ടി കൂടുതൽ ശക്തി പകരുന്നതിനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ ചായ്വ് വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം നടക്കുമ്പോഴും കേരളത്തിൽ ഉറ്റുനോക്കുന്നത് മറ്റൊരു കാര്യമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടായിരുന്നു UDFന്റെ കരകയറ്റം. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു ചിട്ട അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി പടയൊരുക്കങ്ങൾ നടത്തുകയാണ് VD സതീശനും K മുരളീധരനും K സുധാകരനുമെല്ലാം.